മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ മ്യൂസിയത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പാറയെ പറ്റിയിട്ട്. അതിൻ്റെ ആ വീഡിയോയിൽ ഞാൻ അതിൻ്റെ പഴയ പിക്ക് കാണിച്ചിരുന്നു. യഥാർത്ഥ പിക്ക് ഇന്ന് എങ്ങനെയാണ് ആ പാറ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവിടെ പറയാം ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് എന്നാണ്. ആ പാറയും ബാക്കി കാര്യങ്ങളും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ എന്തൊക്കെയാണ് കാണാം. കോഴിക്കോടിലെ വടകരയ്ക്കടുത്തുള്ള ഇരിങ്ങൽ സർക്കാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. സർക്കാലയുടെ വലിയ കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും കോഴിക്കോടിൽ ഈ സർക്കാല അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിൽ കൂടി ബാക്കിയുള്ളവർ കൂടി നമുക്ക് പരിചയപ്പെടുത്താം. നമ്മൾ ഈ കാണുന്നതാണ് ഇരിങ്ങൽ പാറ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും അധികം പേർക്കും ഈ പാറയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യമൊന്നും അറിയണ്ടാവില്ല. ഇതൊരു വമ്പൻ പാറ തന്നെയായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏകദേശം 65 ഏക്കറോളം വ്യാപിച്ചു കിടന്നിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ പാറയുടെ പഴയ പിക്ക് കാണിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മരക്കാർ മ്യൂസിയവും ആ പാറയുടെ പിക്കൊക്കെ ഒന്ന് പോയിട്ട് കാണണം. ഇന്ന് ആ പാറയുടെ ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മനുഷ്യരുടെ ആവശ്യത്തിനായി പൊട്ടിച്ചതായിരിക്കുമല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഴയ പാറയുടെ പിക്ക്. മ്യൂസിയത്തിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഇത് കടലിലെ പാറക്കൂട്ടം വെള്ളിയാങ്കല്ല്. ആ ഇരിങ്ങപ്പാറയിൽ നിന്ന് നോക്കിയാൽ പണ്ടൊക്കെ ഈ വെള്ളിയാങ്കല്ലൊക്കെ കാണുമായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി രാജാവും തൻ്റെ പടനായകൻ കുഞ്ഞാലി മരക്കാറും രാജകാര്യങ്ങളും ലോകകാര്യങ്ങളും അങ്ങനെ പലതും വിശകലനം ചെയ്തിരുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ ഇരിങ്ങൽപ്പാറ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയല്ലേ. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ക്രാഫ്റ്റ് വില്ലേജിലെ വിശേഷങ്ങളിലോട്ട് പോവാം. ഇത് 20 ഏക്കറിൽ ഒരു 15 കോടിയോളം രൂപ ചെലവിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കേരളം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അങ്ങനെ 2011 ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഞാനിപ്പോൾ ഒരു സ്റ്റാളിൽ കയറിയതാണ്. അവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ 60ഓളം സ്റ്റാളുകൾ ഈ സർക്കാലയിലുണ്ട്. ഓരോ സ്റ്റാളുകളുടെയും പ്രത്യേകത അവിടെയുള്ളവർ തന്നെ നിർമ്മിച്ച് അവർ തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പാറയുടെ ഒരു ചെറിയ ഭാഗവും കൂടി ഈ ക്രാഫ്റ്റ് വില്ലേജൊക്കെ കഴിഞ്ഞ് മൂരാട് പാലവും കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വടകര ഭാഗത്തോട്ടേക്ക് ഞാൻ പോയിട്ടില്ല. ഈ കുളത്തിൽ കുറേ മീനുകളുണ്ട് കേട്ടോ.
മറ്റൊരു സ്റ്റാളിലേക്ക് പോവാം. പെയിൻറ്റിങ്സ്, ഫാൻസി സ്റ്റോള്, ഇനി അടുത്ത സ്റ്റാളിൽ നിറഞ്ഞത് തെങ്ങ് കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ ചപ്പാത്തി പരത്തുന്നത്, അതിൻ്റെ കോല്, അതേപോലെ ഈ ചിരവ, പിന്നെ ഇങ്ങനെ ഫ്ലവർ പോട്ട്, കീ ചെയിന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇനി ബാംബൂ സ്റ്റാള്. ഈ മുള കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാം. ലൈറ്റ്സ് ഉണ്ട്, അതേപോലെ പുട്ടുണ്ടാക്കുന്ന പാനിയും പുട്ടുകുറ്റിയും, ഈ കുക്കറിൽ വെക്കാൻ പറ്റുന്നതും ഉണ്ട്, ഒരു പാത്രം, കപ്പ്, അങ്ങനെ ഒരുപാട്. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഫിഷ് സ്പാ. മീനുകൾ അവിടെയുണ്ട്, നമ്മൾ കാല് വെച്ചെടുത്താൽ മതി. അതേപോലെ ഇവിടെ ഒരു അക്വേറിയം എക്സിബിഷൻ ഉണ്ട്. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ കാണാം. ആമസോൺ കാടുകളിൽ കാണുന്ന അരാപ്പൈമ. പിന്നെ ഓരോ മീനുകളുടെയും പേരുകൾ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി ക്ലേ ഐറ്റംസ് കാണാം. ഇതൊക്കെ അവർ അവിടുന്ന് തന്നെ നിർമ്മിക്കുന്നതാണ്. മൺചട്ടി, മൺപാത്രം, പാനി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവരെടുക്കുന്ന എഫേർട്ടും അവരുടെ കഴിവുകളും നമുക്ക് കാണാം. അവരിപ്പോൾ കിടക്കുന്ന പാഴയാണ് നിർമ്മിക്കുന്നത്. ഓരോ ഡിസൈനിലും അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ സ്റ്റാളുകളിൽ നിന്ന് നിർമ്മിക്കുന്നത് നമുക്ക് കാണാം. ഇത് കൈത്തറി ഉൽപ്പന്നങ്ങൾ, അവർ തന്നെ നെയ്തെടുത്ത തുണികളാണ് കാണുന്നത്. മുണ്ട്, തോർത്ത്, ബെഡ്ഷീറ്റ്, അങ്ങനെ നിരവധി ഐറ്റംസ്. പിന്നെ ബാഗുകൾ, ഇതുപോലെ വുഡ്, മെറ്റൽ, ക്ലേ, ബോൺ, ഗ്ലാസ്, സ്റ്റോൺ, അങ്ങനെ നിരവധി സാധനങ്ങൾ ഉപയോഗിച്ച് അവരൊരൊറ്റ കുടക്കീഴിൽ നിർമ്മിച്ച് വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ വർഷവും ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഒരു ഫെസ്റ്റ് നടത്തും. കരകൗശലമേള എന്ന് പറയും. ആ സമയത്ത് ധാരാളം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പുതിയ സ്റ്റാള് തുടങ്ങും. പിന്നെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ആർട്സ് ഫെസ്റ്റും അങ്ങനെ പല കൾച്ചറൽ പ്രോഗ്രാംസും നടക്കും. സമയത്ത് വിവിധ രുചികളിലുള്ള ഫുഡ് ഐറ്റംസും കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇതൊരു അടിപൊളി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ തന്നെയാണ്. എന്തായാലും ഈ വർഷം നടന്നിട്ടില്ല, കോവിഡിൻ്റെ ഇഷ്യൂ ആണ് കാരണം. എല്ലാ വർഷവും നടന്നു വരുന്നതാണ്. ലോകമെമ്പാടുമുള്ള 350ഓളം കരകൗശല തൊഴിലാളികൾ ഈ ഫെസ്റ്റിവലിനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് മൂരാടുപുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും ബോട്ടിംഗ് സൗകര്യമുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാമായിരുന്നു. കോവിഡ് ഇഷ്യൂ തന്നെ കാരണം നമുക്കിപ്പോൾ നിർഭാഗ്യവശാൽ ഇന്നില്ല. പിന്നെ അവിടെ ഒരു കല്യാണ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും ഒരുപാട് വാഹനങ്ങളും അവിടെ കാണാമായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.